الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി തജ്വീദിൻ്റെ നിയമങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, ഇതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മഖ്റജായ അൽ ജൗഫ്, ഹുറൂഫുൽ മദ് പുറപ്പെടുന്ന സ്ഥലം, അത് നാം പഠിച്ചു. രണ്ടാമത്തെ മഖ്റജ് അൽ ഹൽഖ്, തൊണ്ട, ആ മഖ്റജിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് 3 മഖ്റജുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയതാണ്. 3 മഖ്റജുകളിലായി 6 ഹർഫുകൾ തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് അഖ്സ അൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം, നെഞ്ചിനോട് ചേർന്നിട്ടുള്ള ഭാഗം, അവിടെ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ് അൽ ഹംസ വൽ ഹ. ഹംസയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു, അതിൻ്റെ ഉച്ചാരണവും അത് തസ്ഹീലാക്കി ഓതുന്നതിലുള്ള പ്രയാസത്തെക്കുറിച്ചുമൊക്കെ നാം അതിൽ പറഞ്ഞതാണ്. ഇന്ന് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഹ എന്ന അക്ഷരമാണ്. ആ അക്ഷരവും ഹംസയെ പോലെ തന്നെ വളരെ വ്യക്തമായി ഉച്ചരിക്കേണ്ട ഒരക്ഷരമാണ്. സാധാരണഗതിയിൽ പല ആളുകളും ഹ എന്ന അക്ഷരവും വളരെ തസ്ഹീലായി ഉച്ചരിക്കാറുണ്ട്. ചിലപ്പോൾ ഹംസ ആയി ഉച്ചരിക്കും, മറ്റു ചിലപ്പോൾ ഹ ആയി ഉച്ചരിക്കും. അതുമല്ലെങ്കിൽ ഏതക്ഷരമാണ് വ്യക്തമാകാത്ത രൂപത്തിൽ ഉച്ചരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. ഹ എന്ന അക്ഷരം, അതിനെ ഹർക്കത്തിട്ട് വരുമ്പോൾ നാം അതിനെ ശരിയായ രൂപത്തിൽ തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട്. ഹുവ, അതുപോലെ തന്നെ സുക്കൂൻ ചെയ്തു വരുമ്പോഴും അതിനെ കേൾക്കുന്ന രൂപത്തിൽ തന്നെ നാം ഉച്ചരിക്കണം. ഇഹ്ദീന, ഇഹ്ദീന, ഇഹ്ദീന സിറാത്തൽ മുസ്തഖീം. അവിടെ ഹ ഉച്ചരിക്കുമ്പോൾ, സുക്കൂൻ ചെയ്ത ഹ ഉച്ചരിക്കുമ്പോൾ അതിന് കട്ടി കൂടാത്ത രൂപത്തിൽ വേണം നാം ഉച്ചരിക്കുവാൻ. ഇഹ്ദീന എന്ന് നാം ഉച്ചരിക്കരുത്, മറിച്ച് ഇഹ്ദീന സിറാത്ത, ഇഹ്ദീന സിറാത്തൽ മുസ്തഖീം, ഇങ്ങനെയാണ് അവിടെ നാം ഉച്ചരിക്കേണ്ടത്. അതുപോലെ ഗൈറൽ മഗ്ദൂബി അലൈഹിം, സൂറത്തുൻ നബയിലെ 2ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചതാണ്. ആ ആയത്തിൽ അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ എന്ന് നമുക്ക് കാണാം. പലപ്പോഴും ആളുകൾ അവിടെ അല്ലദീ ഹും ഫീഹി
ഏതക്ഷരമാണ് എന്ന് വ്യക്തമാകാത്ത രൂപത്തിൽ ഓതുന്നത് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അല്ലദീ ഫീഹി മുഖ്തലിഫൂൻ എന്ന് ഓതുന്നതും കേൾക്കാം. ഇത് രണ്ടും തെറ്റാണ്. ഹ അവിടെ കേൾക്കുന്ന രൂപത്തിൽ തന്നെ നാം ഉച്ചരിക്കേണ്ടതാണ്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ എന്ന് നാം അവിടെ ഓതണം. അതുപോലെ തന്നെ നമുക്ക് സൂറത്തുൽ ഹശ്റിൽ കാണാൻ സാധിക്കും, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അവിടെ എല്ലാ ഹായും വ്യക്തമായി തന്നെ കേൾക്കേണ്ടതാണ്. ഹുവല്ലാഹുല്ലദീ അങ്ങനെ ഓതാൻ പാടില്ല. അതല്ലെങ്കിൽ ഹുവല്ല എന്ന രൂപത്തിൽ ഹ ആക്കി ഉച്ചരിക്കാനും പാടില്ല. ശരിയായ രൂപത്തിൽ തന്നെ ഹ എന്ന അക്ഷരം നാം ഉച്ചരിച്ച് പഠിക്കണം. ഹ എന്ന അക്ഷരം ഹംസ ആയിട്ടോ ഹ ആയിട്ടോ ഉച്ചരിക്കാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് നാം ഈ പഠിക്കുന്ന അക്ഷരങ്ങൾ പരമാവധി അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് തംരീനു വേണ്ടി എടുത്തിട്ടുള്ളത് സൂറത്തു ഷംസ്, സൂറത്തു ഷംസിലെ ആയത്തുകളും ആയത്തുൽ കുർസിയിലെ ആയത്തുകളുമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ജൗഫ്, അതുപോലെ അൽ ഹൽക്കിലെ അഖ്സ അൽ ഹൽക്ക്, അവിടെ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളും ഈ സൂറത്തുകൾ അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഓതുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് അൽ ഹുമസ ഞാനിപ്പോൾ ഒന്ന് ഓതാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ് الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ആയത്ത് ഓതിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹ എന്ന അക്ഷരങ്ങളും അതുപോലെ തന്നെ ഹംസയും വളരെ വ്യക്തമായി തന്നെ ഉച്ചരിച്ച് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.